ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അനദർ ലോങ് വീഡിയോ ഫ്രം ദ നെറ്റോസ്. കാറ്റും കോളും ഒക്കെ ഏകദേശം ഒന്ന് അടങ്ങിയെന്ന് തന്നെ പറയാം. ഞാൻ ആ വൈറൽ വീഡിയോനെ കുറിച്ചിട്ടാണ് കേട്ടോ സംസാരിക്കുന്നത്. ഞാൻ അതിൻ്റെ അകത്ത് ഈ തിരിച്ചടിച്ചില്ല എന്നും പോലീസിൽ പോയില്ല എന്നൊക്കെ പറയുന്ന അത്രയും ആൾക്കാരാണ് കൂടുതലും. എനിക്ക് അവരുടെ വികാരം മനസ്സിലാവും. ഞാനാണ് അങ്ങനെ ഒരു വീഡിയോ കാണുന്നതെങ്കിലും ഞാനും ചിലപ്പോൾ പറഞ്ഞേനെ, ഇത്രയും പറയുന്ന ആൾ എന്തുകൊണ്ട് സ്റ്റേഷനിൽ പോയില്ല എന്ന്. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനും ഞാൻ അന്നേ തന്നിട്ടുണ്ട്. എന്നാലും ഞാൻ വീണ്ടും ഒരു ക്ലാരിഫിക്കേഷൻ നടത്തുവാണ്. എനിക്കന്ന് 4 മണിക്ക് പോലീസ് സ്റ്റേഷനിൽ എത്തേണ്ട ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. ഞാൻ എത്തിയാൽ മാത്രം നടന്നു തീരുന്ന കുറച്ച് കാര്യങ്ങൾ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് എനിക്കൊരു മിനിറ്റ് പോലും അവിടെ കളയാനില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ വീഡിയോ എടുത്തിട്ട് ബസ്സിൽ നിന്ന് ഇറങ്ങി ഓട്ടോയിൽ കയറി നേരെ ഇരവിപുരം പോലീസ് സ്റ്റേഷനിലേക്കാണ് ഞാൻ വന്നത്. എൻ്റെ കാര്യങ്ങൾ അങ്ങനെ കുഴഞ്ഞു കിടക്കുന്ന സമയത്തായിരുന്നു ഈ മുട്ട മുന്നിൽ വന്ന് പെട്ടത്. പിന്നെ നിങ്ങൾ ഈ പറയുന്ന പോലെ ഇപ്പോൾ ഞാനൊരു പരാതി കൊടുത്ത ആളെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചിരുന്നെങ്കിൽ എന്ത് നടക്കുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിലും അതൊന്നും നടക്കാൻ പോകുന്നില്ല. ആ വീഡിയോയ്ക്ക്, ആ ഒരു ഷോർട്സിന് താഴെയുള്ള കമൻസ് വായിച്ചാൽ തന്നെ ഏകദേശം ഒരു 1K എബവ് കമൻസ് അതിലുണ്ട്. അതിൽ ഒരു 90% ഇതുപോലെ പബ്ലിക് പ്ലേസിൽ ഹരാസ് ചെയ്യപ്പെട്ട വുമൻ്റെ കമൻസാണ്. എനിക്കിങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നു, ആ സമയത്ത് ഞാൻ ഫ്രീസായിപ്പോയി, ചേച്ചീനെ മനസ്സിലാക്കാം, അങ്ങനെയൊക്കെയുള്ള കമൻസ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഇത്രയും പേർക്ക് കിട്ടാത്ത നീതി എനിക്ക് എവിടെ നിന്ന് കിട്ടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കേണ്ടത്? ഒന്നാമത്തെ കാര്യം അയാളുടെ പ്രായം. രണ്ടാമതായിട്ട് ഞാൻ നോട്ടീസ് ചെയ്തത് ഹി വാസ് വെയറിങ് എ മാസ്ക് ഓഫ് കോഴ്സ്. അപ്പം ഞാൻ എങ്ങനെ ഫേസ് കാണുന്ന രീതിയിൽ എടുത്തിരുന്നെങ്കിലും ആ കണ്ണും മൊട്ട തലയും മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. കണ്ണൊക്കെ അതിൻ്റെ ഇടയിൽ ഞാൻ സൈഡ് ഫേസൊക്കെ കാണിക്കുന്നുണ്ട്. എനിക്കെതിരെ ഒരു ആരോപണം വരാതെ അയാളെ വീട്ടുകാർ അറിയണം എന്നായിരുന്നു. വീട്ടുകാരറിഞ്ഞിട്ടുമുണ്ട്, വീട്ടുകാരും നാട്ടുകാരും ഒക്കെ അറിഞ്ഞിട്ടുണ്ട്. ആൾക്ക് വേണ്ടതൊക്കെ ആവശ്യത്തിലധികം കിട്ടുന്നുമുണ്ട് എന്നാണ് ഞാൻ കേട്ടത്. രാവിലെ കുക്കു ഫുട്ബോൾ കോച്ചിങ്ങിനായിട്ട് പോവാണ് കേട്ടോ. അവനുള്ള അമൃതവും ആലനുള്ള കോഫി. എൻ്റെ കോഫി നിങ്ങൾക്ക് അറിയാമല്ലോ, കുറച്ച് കഴിഞ്ഞിട്ട് കുടിക്കാം. ഇപ്പോൾ കുടിച്ചാൽ എനിക്ക് പിന്നെ ഉറങ്ങാൻ പറ്റത്തില്ല. ഞങ്ങൾ ഇന്നലെ എല്ലാവരും കൂടെ മേലെയാണ് കിടന്നത് കേട്ടോ. അവിടെ ഒരു പ്രൊജക്ടറൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ രാത്രി മൂവിയൊക്കെ കണ്ട് അങ്ങനെ അങ്ങ് കിടന്നു. അപ്പോൾ രാവിലെ നിലുവിനെ കൊണ്ടുവന്ന് ഞാൻ താഴെ കിടത്തി. ഇനിയിപ്പോൾ എനിക്ക് കിച്ചണിലോട്ട് പോകണമല്ലോ. അപ്പോൾ അവൻ ഇവിടെ കിടക്കുന്നതാണ് നല്ലത്. എണീറ്റ് കഴിഞ്ഞാൽ ഇതുപോലെ അപ്പം തന്നെ നമ്മൾ അമൃതമോ പാലോ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ പിന്നെയും ഒരു 1.5 മണിക്കൂർ നല്ലപോലെ ഉറങ്ങും. അപ്പോൾ കുക്കുസാറിന് കൊടുക്കാനായിട്ട് അമൃതം കാച്ചിയപ്പോഴത്തേക്ക് നിലുവിനും കൂടെ കുറച്ച് കാച്ചി അവൻ്റെ കുപ്പിയിൽ ഒഴിച്ചു വെച്ചിരുന്നു. ഞാൻ അത് മുഴുവൻ കൊടുത്തിട്ട് വീണ്ടും അവനെ ഒന്ന് തട്ടി ഇറക്കി അവിടെ അങ്ങ് കിടത്തി. ഇനിയിപ്പോൾ ആലനും കുക്കും ഇറങ്ങിക്കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം കൂടെ ചിലപ്പോൾ ഒന്ന് കിടക്കും. ഇന്നലെ മേടിച്ച കുറച്ച് പാര മീൻ ഫ്രിഡ്ജിൽ ഫ്രീസറിൽ ഇരിപ്പുണ്ടായിരുന്നു. ഞാനത് അങ്ങനെ എടുത്ത് കൊണ്ടുവന്ന് ഒന്ന് മെൽറ്റ് ആവാനായിട്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ച് കിച്ചണിൽ വെച്ചത്. ഇവർ പോയി കഴിഞ്ഞ് ഇനി എൻ്റെ അടുത്ത ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീക്കുമ്പോഴേക്ക് അത് സെറ്റായിരിക്കും. അടുത്ത ഉറക്കം കഴിഞ്ഞ് ഇവൻ എണീക്കുമ്പോഴും അലന്തിരിച്ച് വന്നിട്ടില്ലെങ്കിൽ കൊടുക്കാനായിട്ടുള്ള പാലാണ് ഞാൻ വീണ്ടും അവിടെ കുപ്പിയിൽ കൊണ്ടെടുത്ത് വെച്ചത്. അപ്പോൾ ഇനി നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ ഒരു കാര്യം കൂടെ പറയാം. അയാളെ ഞാൻ പോലീസിൽ പിടിച്ച് കൊടുക്കുന്നു എന്ന് വിചാരിക്കാം. മാക്സിമം കിട്ടാൻ പോകുന്ന ശിക്ഷ എന്ന് പറഞ്ഞാൽ 2 ആഴ്ചയാണ്. അതും കുറച്ച് ഫൈനൊക്കെ കൂടുതൽ അടയ്ക്കുകയാണെങ്കിൽ, അയാൾ നല്ല പിടിപാടുള്ള കുടുംബത്തെ ആളാണെങ്കിൽ അയാൾക്ക് കുറച്ചേ കിട്ടത്തുള്ളൂ. പ്ലസ് ഇതുപോലൊരു കേസ് ആയിക്കഴിഞ്ഞാൽ ഉടനെ ഇനിയിപ്പോൾ ഇങ്ങേർക്ക് ഇല്ലാത്ത അസുഖം എല്ലാം വരും. പിന്നെ അങ്ങനെ ഒരു ഇൻറ്റ്യൂഷനാണ്, എനിക്ക് മൈൻഡിൽ തോന്നിയതാണ്. കണ്ണിൽ പീലിയോ പുരുകത്ത് രോമോ ഒന്നുമില്ല. ഇനി ചിലപ്പോൾ വല്ല ക്യാൻസർ പേഷ്യൻറ്റോ അങ്ങനെയൊക്കെ വല്ലതും ആണെങ്കിൽ ഈ പ്രായത്തിൽ ഇനി പോയി അതിൻ്റെ അകത്ത് കിടന്നിട്ട് എന്തുണ്ടാവാനാ? ആരും അറിയത്തില്ല. അയാൾ ചിലപ്പോൾ ഒരാഴ്ച കിടന്നിട്ട് തിരിച്ചിറങ്ങി വരും. പിന്നെ ഞാനിത് എന്നെ ജസ്റ്റിഫൈ ചെയ്യുന്നതാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എൻ്റേതായ റീസൺസ് ഉണ്ടെന്ന്. അതിൽ പെടുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. മുൻപ് എന്നെയും കുക്കുവിനെയും ഒരു ഓട്ടോയിൽ 2 പേര് വന്നിട്ട് സൈഡിൽ വണ്ടിയുടെ സൈഡ് മിററിലും കൊച്ചിൻ്റെ കാലിലും ഒക്കെ ഇടിച്ചിട്ട് ഓട്ടോ നിർത്താതെ പോയി. എൻ്റെ വണ്ടിയിൽ കുരുങ്ങി ആ ഓട്ടോ കവർ ചെയ്തിരുന്ന ഷീറ്റ് മൊത്തത്തിൽ കീറി അതിങ്ങനെ റോഡിൽ വലിച്ചയച്ച അവന്മാർ കൊണ്ടുപോയത്. അപ്പോൾ ഈ ഒരു വിഷ്വലൊക്കെ CCTVയിൽ നിന്ന് തപ്പിയെടുത്ത് ഞാൻ ഇവന്മാരുടെ പുറകെ പോയി സ്റ്റേഷനിൽ പോയി അത് പരാതിയാക്കി അവന്മാർ ഫൈനൊക്കെ അടച്ചു കഴിയുമ്പോഴത്തേക്ക് ഇവന്മാരുടെ വക ഒരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു, വീഡിയോ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഡിലീറ്റ് ചെയ്യണം, ഈ ഓട്ടോ വിൽക്കാൻ പോവുകയാണ്, അപ്പോൾ അത് കൊണ്ട് നടക്കുന്ന ആൾക്ക് അപ്പോൾ ഇനി പുറത്തിറങ്ങി നടക്കാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഈ ഫൈനൊക്കെ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്നവരുടെ ഫാമിലിയും നമ്മളെ നല്ല രീതിയിൽ ഇമോഷണലി നമ്മളെ സ്വാധീനിക്കാൻ ശ്രമിക്കും. അതായത് ഇനി ഇപ്പോൾ ഇത്രയും ആയില്ലേ, ശിക്ഷ കിട്ടിയില്ലേ, ഇനി നേരെ ആവത്തില്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. പുള്ളി മരണം വരെ എയറിൽ കിടക്കണമെന്നും ഇനിയിപ്പോൾ ഏതെങ്കിലും വണ്ടിയിൽ ഇങ്ങനെ ഒരു രൂപം കണ്ടാൽ അടുത്ത് നിൽക്കുന്ന പെൺകുട്ടികളോ അടുത്തിരിക്കാൻ പോകുന്ന ചേച്ചിമാരോ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് എൻ്റെ മെയിനായിട്ടുള്ള മോട്ടോ. അത് നടക്കത്തില്ല.
പ്ലസ് ഈ പറയുന്ന രീതിക്ക് ചിലപ്പം അറസ്റ്റ് ചെയ്യാൻ പോകണമെന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഉടനെ ചിലപ്പോൾ ഒരു അറ്റാക്കോ ഒരു ഹൈ പ്രഷറോ ലോ പ്രഷറോ ഒക്കെ അഭിനയിച്ച് താഴെ വീണ് കഴിഞ്ഞാൽ അത് പിന്നെ ആ വഴിക്ക് ഹോസ്പിറ്റലും ഒക്കെ ആയിട്ട് അങ്ങനെ പോവും. ഈ പ്രായത്തിലുള്ള ആളായതുകൊണ്ടും നമ്മളെ നേരിട്ട് ദേഹോദ്രവം ഏൽപ്പിക്കാത്തത് കൊണ്ടും അതിൻ്റെ വകുപ്പുകൾ മാറും. വളരെ ലൈറ്റായിട്ട് കാര്യങ്ങൾ നീങ്ങും. നിങ്ങൾ ആവേശം കൊള്ളുന്ന പോലെ ഞാൻ ആവേശം കൊണ്ടിട്ട് പ്രത്യേകിച്ചൊന്നും നടക്കത്തില്ല എന്നർത്ഥം. പ്ലസ് അമ്മയില്ല ഇപ്പോൾ ഇവിടെ. ഞാൻ ഈ രണ്ടുപേരെ എവിടെ ആക്കിയിട്ടാണ് ഇതിൻ്റെ പുറകെ പോകേണ്ടതെന്നുള്ള ചോദ്യത്തിനും എനിക്ക് ഉത്തരവില്ല. അപ്പോൾ നമുക്ക് കഥ അവിടെ വെച്ച് നിർത്താം. അങ്ങേർക്ക് കിട്ടേണ്ട പണി എന്തായാലും കിട്ടി. ഞാൻ ആഗ്രഹിച്ചത് നടന്നിട്ടുണ്ട്. റീച്ചിന് വേണ്ടിയാണെന്നൊക്കെ ചിന്തിക്കുന്നവരോട് അങ്ങേരെ ഞാൻ എക്സ്പോസ് ചെയ്തതിലും അങ്ങേർക്ക് വീട്ടിൽ നിന്നല്ല തട്ട് കിട്ടിയതിലും അതിനെയൊക്കെ കാലം നിങ്ങൾക്ക് അങ്ങേരിങ്ങനെ ബസ്സിൽ വെച്ച് കാണിച്ചതിൻ്റെ ഒരു പെണ്ണിനോട് ഇങ്ങനെ കാണിക്കാൻ അയാൾ ധൈര്യപ്പെടുന്നല്ലോ എന്നോർത്ത് മനോവിഷമം ഉണ്ടാകാത്ത ആൾക്കാർക്ക് എനിക്ക് റീച്ച് കിട്ടുമോ എന്നുള്ളത് ഓർത്താണ് മനോവിഷമം. അതുകൊണ്ട് സാധാരണ പലയിടത്തും കാണുന്നത് പോലെ ഇനി അതേ വിഷയം വലിച്ചഴച്ച് ഞാനിരുന്ന് സംസാരിക്കുന്ന വീഡിയോസോ അല്ലെങ്കിൽ എനിക്ക് നിങ്ങളിടുന്ന കമൻറ്റിൻ്റെ റിയാക്ഷൻ വീഡിയോസോ ഒന്നും പ്രതീക്ഷിക്കേണ്ട. അപ്പൂപ്പനെയും ഞാൻ എൻ്റെ മൈൻഡിൽ നിന്ന് എടുത്ത് കളഞ്ഞു കഴിഞ്ഞു. പിന്നെ കമൻ്റ് ഇട്ട് എന്നെ വിഷമിപ്പിച്ച ചില നല്ല പിള്ളകളെയും ഞാൻ മറന്നു കളയാൻ തന്നെ ശ്രമിക്കുവാണ്. അപ്പോൾ എന്തായാലും രാവിലെ ഞാൻ പറഞ്ഞ മീനൊക്കെ ഇപ്പോൾ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ ഇന്നത്തെ പ്ലാൻ അനുസരിച്ച് ചോറും കപ്പ കുഴച്ചതും മീൻ കറിയും മീൻ വറുത്തതും. മീൻ ഇന്നലെ വെട്ടാനൊന്നുമുള്ള സമയം എനിക്കില്ലായിരുന്നു കേട്ടോ. കൊണ്ടുവന്നപ്പോഴത്തേക്ക് എന്നെ വിളിച്ച് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെച്ചോന്ന് പറഞ്ഞു. പറഞ്ഞത് അപ്പാടെ അനുസരിച്ചിട്ടുണ്ട്. ആ കവർ അങ്ങനെ ഒരു പ്ലേറ്റിൻ്റെ അകത്താക്കി ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. കവർ ഊരിയെടുക്കാൻ തന്നെ ഞാൻ നല്ല പാടുപെട്ടു. ഫിഷ് ക്ലീൻ ചെയ്യുന്ന രീതി വീഡിയോ ആക്കി ഇടണമെന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. ഇതൊക്കെയാണ് പരിപാടി. ആദ്യം ചെതമ്പിൽ കളയുക, പിന്നെ സിസേഴ്സ് വെച്ച് സൈഡിലുള്ള ഈ ചിറക് മാതിരി നിൽക്കുന്ന ഐറ്റംസ് എല്ലാം അങ്ങനെ അങ്ങ് കത്രിക കൊണ്ട് വെട്ടിക്കളയുക. പിന്നെ നല്ല വലിയ മീനൊക്കെ ആണെങ്കിൽ മിക്കവാറും ഇപ്പോൾ എല്ലാ മീനിൻ്റെയും തല എല്ലാവരും എടുക്കുന്നുണ്ട്. മത്തിയുടെയൊക്കെ തല വരെ എടുക്കുന്ന ടൈമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ സൈഡിൽ തലയും ഉടലുമായിട്ട് മീറ്റ് ചെയ്യുന്നിടത്തൊരു ബ്ലേഡ് പോലത്തെ രണ്ട് സംഭവം ഉണ്ടാവും. അവിടെ നിന്ന് അത് രണ്ടും അങ്ങോട്ട് വലിച്ച് കളയുക. അപ്പോഴേക്കും മൗത്തിൻ്റെ പകുതി ഇങ്ങ് പോരും. പിന്നെ മേളിലുള്ള പല്ല് മീനിൻ്റെ അത് കത്രിക വെച്ചിട്ട് അങ്ങോട്ട് വെട്ടിക്കളയുക. ഇത് ഇത്രയും കഴിഞ്ഞിട്ട് വയറിൻ്റെ ഭാഗം ഒന്നുകൂടെ കത്രിക ഒന്ന് കയറ്റി വെട്ടിയാൽ അകത്തിരിക്കുന്നത് മൊത്തവും എടുത്ത് കളയാം. ഞാൻ ഈ വറുക്കാനൊക്കെ ഇടുമ്പോഴത്തേക്ക് മുട്ട അകത്ത് വെച്ചിട്ട് അരപ്പ് പുരട്ടാറില്ല, അരപ്പ് പിടിക്കത്തില്ല. പിന്നെ ഇപ്പോൾ ഈ മീൻ ഇതെന്തോ പാരയെന്നോ മറ്റോ ആണ് ഇതിൻ്റെ പേര് കേട്ടോ. ഇതിന് അരം എന്ന് പറയുന്ന ഞങ്ങളങ്ങനെയാണ് പറയുന്നത്. അരമുണ്ട്. ആ വാലിൻ്റെ സൈഡിൽ ഇങ്ങനെ രണ്ട് മുള്ളിങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ നിൽക്കും. അത് നമുക്കിങ്ങനെ നൈസായിട്ട് ഇങ്ങനെ ബ്ലേഡ് വെച്ചിട്ട് നഖം വെട്ടുന്നതാണെങ്കിൽ ഇങ്ങനെ നമുക്ക് മുറിച്ചെടുക്കാം. അതും കൂടെ മുറിച്ച് മാറ്റി എന്നിട്ട് പിന്നെ മീൻ കറിക്കും മീൻ വറുക്കാനായിട്ടുള്ള കഷ്ണങ്ങളെല്ലാം എടുത്ത് സെപ്പറേറ്റ് ചെയ്തു. അതിനിടയിൽ നമ്മുടെ കപ്പ വിസിലടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ തീയൊക്കെ ഞാൻ ഓഫ് ചെയ്തിട്ട് വറുക്കാനാണ് കുറച്ച് കൂടുതൽ എടുത്തത്. ഇന്നൊരു ദിവസം മാത്രമേ കറിക്ക് എടുത്തുള്ളൂ. പിന്നെ ഒരു 2 ദിവസം പൊരിക്കാനായിട്ടുള്ള സെറ്റപ്പ്. ഇന്നും പിന്നെ ഒരു 2 ദിവസം കൂടെ മീൻ വറുത്തതോ സാമ്പാറോ പരിപ്പ് കറിയോ ഒക്കെ ആക്കാനായിട്ടുള്ള പ്ലാനിൽ അങ്ങനെ അങ്ങ് അത്രയും പീസസ് വറുക്കാനായിട്ട് എടുത്തു. ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും പിന്നെ ഞാൻ എപ്പോഴും വിനാഗിരിയാണ് ചേർക്കുന്നത്. ഈ ഇടയായിട്ട് ഞാൻ കണ്ടുപിടിച്ചൊരു ടെക്നിക്കാണ്. നമ്മൾ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് പുരട്ടുവാണെങ്കിൽ, പൊരിക്കുന്നത് വെളിച്ചെണ്ണയിലാണെങ്കിൽ വെളിച്ചെണ്ണ, സൺഫ്ലവർ ഓയിലാണെങ്കിൽ സൺഫ്ലവർ ഓയിൽ കുറച്ച് ഒഴിച്ചിട്ട് പുരട്ടി കഴിഞ്ഞാൽ ഈ അരപ്പൊക്കെ മീനിൻ്റെ തന്നെ ഇങ്ങനെ പുരണ്ടിരിക്കും കേട്ടോ. നമ്മൾ പൊരിക്കുന്ന സമയത്ത് എണ്ണയിലോട്ടൊന്നും അരപ്പ് അധികം പോത്തില്ല. ഇത് മീനുമായിട്ട് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് അങ്ങനെ അങ്ങ് മുരിഞ്ഞു വരും. അപ്പോൾ ഇതേ 2 ദിവസം പൊരിക്കാനായിട്ടുള്ളത് ഞാൻ മാറ്റി ഫ്രീസറിലേക്ക് ആക്കുന്നുണ്ട്. കറിക്കുള്ള മീൻ ഞാൻ വെള്ളത്തിലാക്കി അതേ ബേസിനിൽ തന്നെ വെച്ചു. ഇന്ന് പൊരിക്കാനുള്ളത് കറിച്ചട്ടിയിലും വെച്ചു. എൻ്റെ കാപ്പി അവിടെ എന്നെയും കാത്തിരിക്കുകയാണ്. ഞാൻ ഇതെല്ലാം ഒന്ന് ഒതുങ്ങിയിട്ട് കാപ്പി കുടിക്കാമെന്ന് കരുതി. കാരണം അലനും കുക്കുവും ഇല്ല. നിലു ഉപ്പഴങ്ങാണ് എണീറ്റ് കഴിഞ്ഞാൽ എൻ്റെ പരിപാടി ഒന്നും നടക്കത്തില്ല. ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ചെയ്ത് വെച്ചിട്ട് വേണം എനിക്ക് സ്കൂളിലേക്ക് പോകാനായിട്ട്. ചില ദിവസങ്ങളിൽ അലനിങ്ങ് നേരത്തെ എത്തും, ചില ദിവസങ്ങളിൽ അവിടെ 11 o'clock വരെ നിൽക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഞാൻ ചിലപ്പോൾ വീഡിയോ എടുക്കുന്നതേ അങ്ങ് ഒഴിവാക്കും. എന്നിട്ട് രാവിലെ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അവനെ ലിലിയം എടുത്ത് കൊണ്ട് ഏൽപ്പിച്ച് അവിടെ ഒന്ന് പിന്നെയും സെറ്റിൽ ചെയ്ത് കിടത്തി ഉറക്കിയിട്ട് അവിടെ അവനറിയാതെ അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ ഇത്തിരി പെടാപ്പാടിലൊക്കെയാണ് മൊത്തത്തിൽ കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെ ഞാൻ മീൻ കറി വെക്കാനായിട്ട് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറിയുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് ആദ്യം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇത് പിന്നെ ആ ഉരലിൽ വെച്ചിട്ട് ഒന്ന് ഇടിച്ച് ചതച്ചൊക്കെ എടുക്കണം. 5K ആയപ്പോഴത്തേക്കുള്ള എൻ്റെ സന്തോഷമൊന്നും എന്താണ് 6Kയും 7Kയും ആയപ്പോൾ കാണാത്തതെന്ന് നിങ്ങൾ ചിന്തിക്കും. സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ തന്നെ ഇപ്പോൾ സ്റ്റേഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കയറി ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുക. ഇതിൻ്റെ ഇടയിൽ എനിക്കൊന്നും സെലിബ്രേറ്റ് ചെയ്യാൻ തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഈ ലോങ് വീഡിയോയ്ക്ക് തന്നെ ഇത്രയും ദിവസത്തെ ഗ്യാപ്പൊക്കെ വരുന്നത്. ചില ദിവസങ്ങളിൽ രാവിലെ എണീറ്റ് എനിക്കൊന്നും ചെയ്യാൻ തോന്നത്തില്ല. അത്രയും ഈ അപ്പൂപ്പൻ്റെ കാര്യമല്ല കേട്ടോ, ഞാൻ പറഞ്ഞില്ലേ വേറെ കുറച്ച് ഇഷ്യൂസുമായിട്ട് ഞാനിങ്ങനെ കൊല്ലം ചങ്ങനാശ്ശേരി ട്രിപ്പുകളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. എന്നാണ് ഇതൊക്കെ ഒന്ന് ഒതുങ്ങുന്നത്. താങ്ക്സ് കേട്ടോ. എൻ്റെ അടുത്ത് പ്രശ്നം എന്താണെങ്കിലും അത് പെട്ടെന്ന് തീരട്ടെ എന്നൊക്കെ പറഞ്ഞവർ, വളരെ ജെനുവിനായിട്ട് എൻ്റെ അടുത്ത് സംസാരിച്ചവർ, ഫോണിൽ വിളിച്ച് എൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചവർ, എല്ലാവരോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്.
അപ്പോൾ ദേ കപ്പ വെന്തു, ചോറും വിസിലടിച്ചു. ചോറ് ഞാൻ എടുത്ത് പുറത്ത് ആ ഒരു ചെറിയൊരു സ്ലാബുണ്ട് നമുക്ക് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് ഏറ് പോയിട്ട് അടച്ചിടാം. മീൻ കറിക്കും മീൻ വറുക്കാനായിട്ടുള്ള 2 പാത്രങ്ങൾ വെച്ചിട്ടുണ്ട്. ഞാനൊരു ചെറിയ കറിച്ചട്ടി എടുത്തിട്ടുള്ളൂ. 3 കഷ്ണം മീനേ ഉള്ളൂ കറി വെക്കാനായിട്ട്. 3 കഷ്ണമേ ഞാൻ എടുക്കുന്നുള്ളൂ. 2 വലിയ പീസ് ഞാൻ പൊരിക്കാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 3 കഷ്ണം മീൻ കിടന്ന് വേവാനായിട്ട് ഈ കുഞ്ഞു കറിച്ചട്ടി തന്നെ ധാരാളം. പിന്നെ നിങ്ങൾക്ക് റെഗുലറായിട്ട് വീഡിയോസ് കാണുന്നവർക്ക് അറിയാൻ പറ്റും, രാത്രി നമ്മൾ അങ്ങനെ ചോറും കറികളുമായിട്ടൊന്നും കഴിക്കാറില്ല. കൂടിപ്പോയാൽ കുക്ക് കഴിക്കും ചോറ്. അപ്പോൾ അവനുള്ള കറി ബാക്കി എന്തായാലും ഇതിൻ്റെ അകത്ത് കാണും. മീൻകറി വെക്കാനായിട്ട് കറിച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ നല്ലപോലെ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് കടുകും കുറച്ച് ജീരകവും കുറച്ച് ഉലുവയും കൂടെ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആഡ് ചെയ്ത് കൊടുത്ത് അതെല്ലാം കൂടെ പൊട്ടി വരുമ്പോൾ നമ്മളവിടെ കല്ലിൽ ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പച്ചമുളക് ഞാൻ മുറിച്ചൊന്നും ഇടുന്നില്ല. 3 ചെറിയ കാന്താരി മുളക് അങ്ങനെ ഇട്ടിട്ടുണ്ട്. കാന്താരി മുളകല്ലടാ, പാൽമുളകാന്ന് തോന്നുന്നു. പാൽമുളക് അതിട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് കപ്പയ്ക്കുള്ള അരപ്പ് റെഡിയാക്കാം. കുറച്ച് തേങ്ങ എടുത്ത് അതിൽ 2 ചെറിയുള്ളിയും എരിവിന് വേണ്ടിയിട്ട് 1-2 പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും ജീരകപ്പൊടിയും ചേർത്ത് വെള്ളം ചേർക്കാതെ ഒന്ന് പറ്റ അരച്ചെടുക്കാം. അരപ്പ് റെഡിയാക്കി അവിടെ മാറ്റി വെച്ചപ്പോഴേക്ക് നമ്മുടെ ചോറിൻ്റെ കാര്യം എനിക്ക് ഓർമ്മ വന്നു. ഇനി ഇരുന്നാൽ കുക്കറിലിരിക്കുന്നതുകൊണ്ട് ചോറ് വെന്ത് കുഴഞ്ഞു പോകും. അത്രയ്ക്ക് കുഴഞ്ഞ് ഇരിക്കുന്നത് എനിക്കിഷ്ടമല്ല. കുറച്ച് ആരോഗ്യം വേണം ചോറിന്. അങ്ങനെ വേണമെങ്കിൽ ഇപ്പം അടച്ചിടണം. അരി അടച്ചിട്ട് ചോറ് അപ്പുറത്തേക്ക് മാറ്റിയിട്ട് ആ ഒരു കുക്കറും കൂടെ കഴുകി ഞാനങ്ങ് ആ വെളിയിലത്തെ സ്റ്റീൽ റാക്കിലേക്ക് വെച്ചു. ഉച്ചയ്ക്ക് വരുമ്പോഴേക്ക് പാത്രങ്ങളെല്ലാം ഉണങ്ങിയിരിക്കും. അപ്പോൾ ഇതെല്ലാം പിറക്കി വെച്ചിട്ട് പിന്നെ ഉച്ചയ്ക്ക് കഴിക്കുന്ന പ്ലേറ്റ് കമത്തി വെച്ചാൽ വൈകിട്ട് ചായ ഇടാൻ നേരത്ത് ഈ പിറക്കാനുള്ള പാത്രങ്ങൾ നോക്കുമ്പോൾ ഒരു സമാധാനം. ആകെ 2-3 പ്ലേറ്റ് മാത്രമേ അവിടെ കാണത്തുള്ളൂ. എന്നിട്ട് ഇതേ നമ്മുടെ കറിയിലേക്ക് ഇനി പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിട്ട ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ല രീതിയിൽ വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, സാദാ മുളക് പൊടിയും ഞാൻ ഇടുന്നുണ്ട്, കാശ്മീരി മുളക് പൊടി ഇടുന്നുണ്ട്. എനിക്ക് കറിക്ക് നല്ല നിറം വേണം. നിറം വേണമെങ്കിൽ കാശ്മീരി മുളക് പൊടി വേണം, എരിവിന് സാദാ മുളക് പൊടിയും വേണം. ഇത് മിക്സ് ചെയ്ത് ഞാൻ വെക്കാത്തത് ചില സമയത്ത് ഈ ചില്ലി ചിക്കനൊക്കെ പിള്ളേർക്കൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് എരിവ് തീരെ കുറച്ചിട്ടൊക്കെ ചെയ്യണമല്ലോ. അപ്പോൾ കാശ്മീരി മുളക് പൊടി മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. ഗ്യാസ് ഇരിക്കുന്നതിൻ്റെ കയ്യെത്തുന്ന അത്ര ദൂരെ ഈ സകല സാധനങ്ങളും ഉള്ളതുകൊണ്ട് ടപ്പേന്ന് എടുത്ത് നമുക്ക് എല്ലാ പൊടികളും ആവശ്യത്തിന് ആഡ് ചെയ്യാം. പിന്നെ എക്സ്ട്രാ 2 പൊടികളും കൂടെ ഞാൻ ചേർക്കുന്നത് കുറച്ച് ഉലുവപ്പൊടി, കുറച്ച് ജീരകപ്പൊടി. പൊടികളെല്ലാം ചേർത്ത് നല്ലപോലെ ഇനി ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒന്ന് മൂത്ത് വന്നാൽ മതി, കരിയരുത്. കരിഞ്ഞു കഴിഞ്ഞാൽ കറി കഴിക്കും. നേരത്തെ ആ കപ്പ ഇരുന്ന ബ്ലാക്ക് ബോക്സിൽ ഞാൻ കുറച്ച് കുടംപുളിയും പിഴിപുളിയും കൂടി ഇട്ട് വെള്ളം ഒഴിച്ച് വെക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അത് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കാനുള്ളതാണ്. തക്കാളി ഞാൻ പിഴിപുളിയും കുടംപുളിയും ഒക്കെ ഉള്ളതുകൊണ്ട് ഫ്രിഡ്ജിൽ മോക്ഷം കാത്തിരുന്ന ഒരു 1/2 തക്കാളി ഉണ്ടായിരുന്നു. ആ തക്കാളി അരിഞ്ഞ് ഈ കറിയിലേക്ക് ചേർത്തു. എല്ലാം കൂടെ നന്നായിട്ട് മൂത്ത് വന്നപ്പോഴത്തേക്ക് കുടംപുളി ആ വെള്ളത്തിൽ ആദ്യം എടുത്തിട്ട് കൊടുത്തു. എന്നിട്ട് പുളി പിഴിഞ്ഞ് മാറ്റിയിട്ട് ആ വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തു. ഞാനും അലരും മാത്രമേ ഉള്ളൂ. ഞങ്ങൾ എന്തായാലും ഉച്ചക്കത്തേക്ക് മതി. അപ്പോൾ ചാറ് വളരെ കുറച്ച് മതി. ഇതിനി അവിടെ കിടന്ന് നല്ലപോലെ തിളച്ചൊന്ന് കുറുകി വരുമ്പോഴത്തേക്ക് നമുക്ക് മീൻ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. മീനിൻ്റെ പീസുകൾ കുറച്ച് വലുതാണെന്നുള്ളത് എനിക്കും കറിയിലേക്ക് ഇട്ടപ്പോഴത്തേക്ക് മനസ്സിലായി. പിന്നെ നുറുക്കാനൊക്കെ പിന്നെ ഇനിയിപ്പോൾ അതിൻ്റെ എനിക്ക് മെനക്കെടാനൊന്നും വയ്യ. അതുകൊണ്ട് ഞാൻ നല്ല രീതിയിൽ മുക്കിയിട്ടു 3 പീസുകൾ. പുറത്ത് കുറച്ച് ചാറുമൊക്കെ ഒഴിച്ച് ഇനി ഇത് തീയൊന്ന് കുറച്ച് വെച്ച് കുറച്ച് നേരം അടഞ്ഞിരുന്ന് വേവട്ടെ. പൊരിച്ച മീനും ആ സമയത്തേക്ക് റെഡി ആയിട്ടുണ്ടായിരുന്നു. അതും ഞാൻ അങ്ങനെ തന്നെ അടച്ചു വെച്ചു. ഇനി നമുക്ക് കപ്പ കുഴച്ചെടുക്കാം. കപ്പ ഒരു 2 വിസിലടിച്ച് ഞാൻ നല്ല രീതിയിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. ഉള്ളിമുളകും ഒക്കെ ചതച്ച് കഴിക്കാനാണെങ്കിൽ ഒറ്റ വിസിലിൽ വെന്താൽ മതി. ഇതിപ്പോൾ കുഴയ്ക്കാനായതുകൊണ്ട് 2 വിസിലടിച്ച് എടുത്തിട്ടുണ്ട്. അത് കലത്തിലേക്കാക്കി അതിലേക്ക് തേങ്ങാരപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ല രീതിക്ക് ഇത് ഉടച്ചൊന്ന് കുഴയ്ക്കണം. തേങ്ങാരപ്പ് ഇപ്പോൾ പച്ചക്കിരിക്കുമല്ലേ, അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പരുവത്തിന് കുഴച്ച് കഴിഞ്ഞാൽ ഇതിനെ ഒന്ന് ചൂടാക്കണം. വെള്ളം ഒന്നും ഒഴിക്കരുത്. ഒന്ന് ചൂടായി വരുമ്പോൾ അതിന് മുകളിലേക്ക് താളിച്ചിട്ട് കൊടുത്താൽ നമ്മുടെ കപ്പ റെഡി. അപ്പോൾ പൊരിച്ചമീൻ്റെ പാൻ എടുത്ത് മാറ്റിയിട്ട് ഞാൻ അവിടെ ഒരു ചെറിയ കടായി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് 2 ചെറിയുള്ളിയും കുറച്ച് വറ്റൽമുളകും ഒക്കെ കൂട്ടിയിട്ട് നമുക്ക് താളിച്ചിടാം. അതിനിടയിൽ കറി റെഡിയായോ എന്ന് ഞാൻ ഒന്ന് നോക്കിയതാണ് കേട്ടോ. മീനൊക്കെ വെന്തു, കറി ഏകദേശം സെറ്റായി. എന്നാലും പുളിയൊക്കെ പിടിക്കാനായിട്ട് ഇച്ചിരി നേരം വെച്ചിരിക്കാം. വലിയ പീസാണല്ലോ. ആ 2 ചെറിയുള്ളി ഞാൻ അതിലേക്ക് അരിഞ്ഞിട്ടു. പിന്നെ കൊല്ലമുളക് പിരിമുളക് നോക്കിയപ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് ഒന്നുമില്ല. പിരിയമുളകിൻ്റേതാണെന്ന് തോന്നിപ്പിക്കുന്ന കുറച്ച് കഷ്ണങ്ങളുണ്ട്. അത് പിന്നെ ഞാൻ പറക്കിയങ്ങിട്ടു. പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടി. കപ്പയും ചക്കയും മോരും ഒക്കെ താളിക്കുമ്പോൾ ഇത്തിരി കാശ്മീരി മുളക് പൊടി അങ്ങനെ ഇടുന്നത് മേളിലൊരു നല്ലൊരു കളറ് കൊടുക്കും, നല്ലൊരു ടെക്സ്ചറൊക്കെ കൊടുക്കും. അങ്ങനെ ഇത്തിരി കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് താളിച്ച് അതങ്ങ് വെച്ചു. പണ്ട് ലില്ലിയമ്മച്ചി തടത്തുണി ഇല്ലാണ്ട് ഓരോന്നൊക്കെ പിടിക്കുന്ന കാണുമ്പോഴത്തേക്ക് ഒരു അത്ഭുതമൊക്കെ ആയിരുന്നു കേട്ടോ. ഇപ്പം നമുക്കും അത് ശീലമായി. ഞാൻ ആ കലം അങ്ങനെ എടുത്ത് അങ്ങോട്ട് വെച്ചു. ഇപ്പോഴത്തെ കറിച്ചട്ടി എടുത്തപ്പോഴത്തേക്ക് കലം എടുത്ത് അങ്ങോട്ട് വെച്ചപ്പോൾ നൈസായിട്ട് ചെറുതായിട്ടൊന്ന് പൊള്ളി. പക്ഷേ കുഴപ്പമില്ല, പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റാനായിട്ട് നമ്മുടെ കൈ ഓക്കെയാണ്. അതുകൊണ്ടാണ് പിന്നെ മീൻകറി ചട്ടി എടുത്തപ്പോഴത്തേക്ക്
തുണി വെച്ച് പിടിച്ചത്. അപ്പോൾ എൻ്റെ രാവിലത്തെ അംഗമൊക്കെ ഏകദേശം കഴിഞ്ഞു. ഇതിനിടയിൽ ഞാൻ ആലനെ വിളിച്ചിരുന്നു. അപ്പോൾ പറഞ്ഞു ആലനും കുക്കും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് മേടിച്ചു, അവർ അവിടെ പോയിരുന്ന് കഴിച്ചിട്ടൊക്കെ വരത്തുള്ളൂ എന്ന്. അപ്പോൾ നമുക്കിനി കഴുകാനുള്ളത് കപ്പ വേവിച്ച കുക്കറും ഇപ്പോൾ താളിച്ച പാത്രവും പിന്നെ ഈ ഒരു ജാറും മാത്രമാണ്, നമ്മൾ അരച്ച ജാറും. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടാത്തതുകൊണ്ട് തന്നെ ഞാൻ നിലുവിന് കുറച്ച് റവ അങ്ങ് കാച്ചി വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അത് മതിയാവും. ഇപ്പോൾ അവൻ എണീക്കുമ്പോൾ എന്തായാലും പാല് കുടിച്ചിട്ട് എണീക്കും. പിന്നെ ഞാൻ പോയി കഴിയുമ്പോഴത്തേക്ക് ഒരു 9:45 ആകുമ്പോഴായിരിക്കും ഞാൻ ഇറങ്ങുന്നത്. പിന്നെ അത് കഴിഞ്ഞൊരു 10:45 11 മണി പരുവത്തിന് റവ കാച്ചിയതും കൊടുക്കാമെങ്കിൽ പിന്നെ 1:30 അവന് ചോറ് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ അത് റവ കാച്ചാനായിട്ട് ഞാനൊരു പാത്രം വെച്ചു. അതിൻ്റെ ഇടയിൽ എൻ്റെ ഈച്ച നിർമ്മാർജ്ജനമാണ് നിങ്ങളാ കണ്ടത്. ആ ഹാൻഡ് വാഷിൻ്റെ കുപ്പിക്കകത്ത് ഡെറ്റോളും പുൽത്തൈലവും കുറച്ച് ഹാൻഡ് വാഷും കുറച്ച് വെള്ളമൊക്കെയാണ്. 5 മിനിറ്റത്തേക്ക് ഈച്ച വരത്തില്ല, അത് കഴിയുമ്പോൾ വന്നോളും. കുറച്ച് വെള്ളം എടുത്ത് അതിലുപ്പും ഇത്തിരി പഞ്ചസാര ഇട്ടിട്ട് റവ എടുത്തപ്പോഴുണ്ടല്ലോ, സൂചി ഗോതമ്പിൻ്റെ റവയോ അങ്ങനെ എന്താണ്ട് 2 ടൈപ്പ് റവയുണ്ട് അതിൽ, നിങ്ങൾക്കത് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഞാനതൊന്ന് മിക്സ് ചെയ്തിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് നോക്കിയിട്ട് നടക്കുന്നില്ല. കട്ടിയുള്ള കുറച്ച് വലിപ്പമുള്ള തരിയുള്ള ആ സംഭവം തന്നെയാണ് മേളിൽ നിൽക്കുന്നത്. അങ്ങനെ അതെങ്കിൽ അത് കുറച്ച് റവ തട്ടിയിട്ടു. ഇനി നമ്മൾ പെട്ടെന്നൊന്നിത് ഇളക്കിയെടുക്കണം, കട്ട കെട്ടാതിരിക്കാനായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. കുറുകി വരുന്ന സമയത്ത് കുറച്ച് പാലും കൂടെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ റവ കാച്ചിയത് റെഡി. ഇനി ഇതൊന്നിറക്കി തണുപ്പിക്കാൻ വെക്കണം. എന്നിട്ടാണ് ഞാൻ എൻ്റെ കാപ്പി ചൂടാക്കാനായിട്ട് അവനിൽ വെച്ചത്. എല്ലാം കഴിഞ്ഞിട്ട് കുടിക്കാൻ തന്നെ വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ. കാപ്പി ചൂടായി വന്നപ്പോഴേക്ക് നമുക്കിന്ന് മെഷീനിലിടേണ്ട കുറച്ച് തുണി ഉണ്ടായിരുന്നു. അതുമായിട്ട് ഞാൻ കടൽ ഓഫ് ദ ഡേ ഷൂട്ടിന് പോവുകയാണ്. ഇതിപ്പോൾ പക്ഷെ നല്ല വെയിലാണ്, അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് ഇറങ്ങാൻ സാധ്യതയില്ല. എന്നാലും നിങ്ങൾക്ക് കടലൊക്കെ ഒന്ന് കാണിച്ചു തരണ്ടേ. അങ്ങനെ ഇതേ മേലെ വന്ന് വാഷിംഗ് മെഷീനിൽ തുണി ഇട്ടു. ഇന്നലെ കിടന്ന തുണി ഒരാൾ വിരിച്ചിട്ട ഒരഴകാണ് ആ കാണുന്നത്. എന്തായാലും ഇന്നലെ കഴുകിയ തുണിയൊക്കെ നല്ലപോലെ ഉണങ്ങി കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു തിരിച്ചു പോകുമ്പോഴത്തേക്ക് ഇത് താഴത്ത് കൊണ്ടുപോകാം. ഇതെന്തായാലും എൻ്റെയും പിള്ളേരുടെയൊക്കെ, അമ്മ ഇവിടെ ഉള്ളപ്പോഴേ താഴത്തെ ബിന്നിലാണ് എൻ്റെയും പിള്ളേരുടെയൊക്കെ ക്ലോത്ത്സ് വരുന്നത്. അതങ്ങനെ രാവിലെ എഴുന്നേറ്റ് പോയി അങ്ങ് കഴുകും. അപ്പോൾ ആ ബിന്നിൽ അങ്ങനെ തുണി വരാറേ ഇല്ല. ഇതിപ്പോൾ അമ്മ 2 ദിവസം ഇല്ലായിരുന്നതുകൊണ്ട് തുണി ആ ബിന്നിൽ അങ്ങ് കൂടി വന്നു. അപ്പോൾ ഞാൻ ഇന്നലെ ആ ബിന്നിലുള്ള ക്ലോത്ത്സാണ് കൊണ്ടുവന്ന് ആദ്യമേ മെഷീനിലിട്ടത്. അതൊക്കെ മടക്കി നമ്മൾ ഇങ്ങോട്ട് തുണി കൊണ്ടുവന്ന നിലുവിൻ്റെ ബാത്തപ്പിൽ തന്നെ വെച്ച് താഴെ കൊണ്ടുപോകാം. അപ്പോൾ നമുക്കിനി കടൽ ഓഫ് ദ ഡേ കാണാം. അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്നല്ലേ, എനിക്ക് മടിയുള്ള ദിവസങ്ങളിൽ ഞാനിതിനെ ഡയറ്റ് എന്ന് വിളിക്കും. ഞാൻ കഴിക്കത്തില്ല. രാവിലെ ഇവിടെ വീണ്ടും ടെട്രാപോഡ് ഇറക്കുന്നതിൻ്റെ പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം എനിക്ക് സമയമില്ല. സമയമുള്ളപ്പോൾ ഒരു ദിവസം ഞാനിത് ലോങ് വീഡിയോയിൽ നല്ലപോലെ കാണിച്ചു തരാം അവരെങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നുള്ളത്. അങ്ങനെ ആലനും കുക്കും എത്തി. ഞാൻ പോകാനായിട്ട് ഇറങ്ങുവാണ്. അപ്പോൾ ഞാൻ ഇത്തിരി ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഇന്നും ഞാൻ പറഞ്ഞു എന്നെ ഒന്ന് കൊണ്ടാക്ക്, എന്തായാലും ഇവർ രണ്ടുപേരും ഇരുന്നോളും. ഇപ്പോൾ കാർത്ത് വിട്ടു കൊടുത്താൽ കുറച്ച് നേരം അതിൻ്റെ മുമ്പിൽ ആ കുപ്പി എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതും കുടിച്ച് സോഫയിലിരിക്കും. ആ ഒരു ഗ്യാപ്പിന് അലൻ എന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് വരാം. നമ്മുടെ വണ്ടി ശരിയായിട്ടില്ല, ശരിയാക്കിക്കൊണ്ടിരിക്കുന്നു. ബാറ്ററി ഒന്ന് ചാർജ് ആവണം, എന്നാലേ സ്റ്റാർട്ടാക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഞങ്ങളിതേ സ്കൂളിലേക്ക് എത്തി. ഇവിടെ ബുക്ക് ഇഷ്യൂവും യൂണിഫോം ഇഷ്യൂവും ഒക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. വന്നു കഴിഞ്ഞാൽ പിന്നെ സമയം പോകുന്നത് അറിയത്തേയില്ല. 1 പേരൻ്റ് 2 പേരൻ്റ് വെച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഒന്ന് എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ അടുത്ത സെറ്റ് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കും. അടുത്ത ആൾ വരുമ്പോൾ എടുത്തു കൊടുക്കാനൊരു എളുപ്പത്തിന്. തുണി മുറിക്കാനായിട്ട് ജെനിഫറേച്ചിയുണ്ട്, ബുക്ക് എടുത്തു കൊടുക്കാനായിട്ട് ഞാനും ഉണ്ട്. ഈ ഓരോ ക്ലാസ്സിനും ഇങ്ങനെ നോട്ട്ബുക്സൊക്കെ ഡിഫറെൻ്റ് ആയതുകൊണ്ട് 4 ലൈൻ 2 ലൈൻ അങ്ങനെയൊക്കെ. അപ്പോൾ നമുക്ക് അത് മാത്രം പെട്ടെന്ന് ഓർമ്മ വരത്തില്ല. അത് സ്ലിപ്പ് എടുത്ത് നോക്കിയാലേ അത് ഓർമ്മ വരത്തുള്ളൂ. തിരിച്ച് ഞാൻ അലനെ വിളിക്കാൻ നിന്നില്ല. ഞാനിങ്ങനെ നടന്നു പോരാന്ന് കരുതി. ആ സ്കൂളിൻ്റെ മുന്നിലുള്ള ഊടുവഴി തന്നെ നമ്മൾ ഇങ്ങോട്ട് നേരെ നടന്നു കഴിഞ്ഞാൽ കടപ്പുറം റോട്ടിൽ വന്ന് കയറാം. അങ്ങനെ നടന്ന് നമ്മുടെ വീടെത്താറായി, കുരിശടിയായി. ഇപ്പം നിങ്ങൾ ഈ കാണുന്നില്ലേ ആ പറമ്പിലിരിക്കുന്ന ഇത്രയും ടെട്രാപോഡ്? ഇപ്പം അതങ്ങനെയല്ല കേട്ടോ, പറമ്പ് നിറയെ അങ്ങനെയാണ്. കടപ്പുറത്ത് നിന്നൊക്കെ നമ്മുടെ വീടിപ്പോൾ ഒരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ പഴയ ഫോർട്ട് കണക്കൊക്കെ ഇരിക്കും. അതങ്ങനെ ആ വിഷ്വലിൽ അങ്ങനെയാണ് തോന്നിക്കുന്നത്, അത്രയും അങ്ങനെ ചുറ്റും നിൽക്കുന്നുണ്ട്. ഞാൻ തിരിച്ചെത്തിയപ്പോഴേക്ക് ഇവർ രണ്ടുപേരും ചോറ് കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. നിലു എവിടെയെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവിടെ വീട്ടിലാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. കുരിശടിയുടെ തൊട്ട് ബാക്കിൽ കണ്ടതാണ് എൻ്റെ വീട്. പുതിയതായിട്ട് സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വേണ്ടിയാണ് കേട്ടോ വീണ്ടും പറയുന്നത്. അവിടെ എൻ്റെ ലില്ലിയമ്മച്ചിയുണ്ട്, എൻ്റെ ഗ്രാൻഡ് മദർ. പിന്നെ കൊച്ചുപ്പയും മിനി ആൻറ്റിയും എൻ്റെ 2 ആങ്ങളമാർ കണ്ണനും ലൂയിസും ഉണ്ട്. 2 പേരും ഷിപ്പിലാണ്. ഒരാളിപ്പോൾ കരയിലുണ്ട്, ഒരാളിപ്പോൾ കടലിലാണ്.
അപ്പോൾ അവൻ അവിടെ ടി വിയും കണ്ട് കണ്ണമ്മൂനെയും കൊലപ്പെടുത്തി അങ്ങനെ അങ്ങ് ഇരിക്കുമായിരിക്കും. ഇവർക്ക് രണ്ടുപേർക്കുള്ള ചോറൊക്കെ കൊടുത്തിട്ട് ഞാൻ കരുതി പോയി വിളിച്ചുകൊണ്ട് വരാമെന്ന്. ഇതിനിടയ്ക്ക് എനിക്ക് ലിലിയമ്മച്ചിയുടെ ഒരു കോളും ഉണ്ടായിരുന്നു. അവിടെ ഒരു കറിച്ചട്ടി ഇരിപ്പുണ്ട്, വേണമെങ്കിൽ ചെല്ലാനായിട്ട്. അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് പോയി അതിങ്ങ് പൊക്കിക്കൊണ്ടുവരാം. കപ്പയൊക്കെ പഴങ്കറി ചട്ടിയിലിട്ട് കഴിക്കാനായിട്ട് എന്ത് ടേസ്റ്റാണ് അല്ലേ? അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കുള്ള ചോറ് കൊടുത്തിട്ട് വേണം അങ്ങോട്ടേക്ക് പോകാനായിട്ട്. ചോറും കപ്പ കുഴച്ചതും മീൻ വറുത്തതും നമ്മുടെ ചാറ് വീണ്ടും ചട്ടിയിലിരുന്ന് നല്ല രീതിയിൽ വറ്റി. പക്ഷേ ഇത് മതി, ഉച്ചയ്ക്കത്തേക്ക് മതിയല്ലോ. ഇനി ചട്ടിയിൽ ആ നടുക്കഷ്ണവും കുറച്ച് ചാറുമായിട്ട് ഇരിപ്പുണ്ട്. രാത്രി വേണമെങ്കിൽ പിള്ളേർക്ക് എനിക്കത് ചോറ് വാരി കൊടുക്കാനായിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ ആലന് ചോറിട്ട് കൊടുത്തു, കുക്കുനുള്ള ചോറ് ഞാൻ വാരി കൊടുത്തു. എന്നിട്ട് ഞാൻ ദേ ലില്ലിയമ്മച്ചിയുടെ അടുത്തോട്ട് കറിച്ചട്ടിയും എൻ്റെ ഇളയ പുത്രനെയും കൂടെ എടുക്കാനായിട്ട് പോവുകയാണ്. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ, മെക്കാനിക്കുകൾ രണ്ടുപേരും ഓൾറെഡി വേറൊരു വണ്ടി പണിഞ്ഞുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് വേണം എൻ്റെ സ്കൂട്ടി പെപ്പ് പണിയാനായിട്ട്. എന്നെ കണ്ടപാടെ തന്നെ വാ മമ്മ നമുക്ക് വീട്ടിൽ പോകാമെന്നും പറഞ്ഞിട്ട് ഒരാൾ ഓടി കയറി കേട്ടോ. ഇതാണ് കൊച്ചുവപ്പ. അങ്ങനെ ഞാൻ നേരെ എനിക്ക് പ്രോമിസ് ചെയ്തിട്ടുള്ള കറിച്ചട്ടി എടുക്കാൻ അടുക്കളയിൽ പോയി ചട്ടിയായിട്ട് ഇങ്ങോട്ട് ഇറങ്ങി. ചട്ടിയായിട്ട് നടക്കുന്നത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ദിസ് ഇസ് മൈ ഏരിയ, ഞാൻ ജനിച്ച് വളർന്ന സ്ഥലമാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ ചട്ടിയും എടുത്തതേ നേരെ പോയി. ഇതാണ് കറി, ഇന്നലത്തെ നെത്തോലി കറി. കുറച്ചധികം നെത്തോലിയും ഉണ്ട്, ചാറും ഉണ്ട്. ഇനി ഞാൻ ചോറൊക്കെ തിന്നിട്ട് കിടന്നുറങ്ങിയിട്ട് വൈകുന്നേരം അങ്ങോട്ടേക്ക് ഇറങ്ങുമ്പോൾ കറിച്ചട്ടി തിരിച്ചു കൊണ്ടുപോകാം. ഞാൻ നമ്മുടെ ഇന്ന് ഇവിടെ വെച്ച മീൻകറി എടുത്തില്ല, നല്ല രീതിക്ക് ഗ്രേവി ഉണ്ടെന്നുള്ളത് നിങ്ങൾ കണ്ടതാണല്ലോ. എന്നിട്ട് ഞാൻ പോയിരുന്നു ചോറുണ്ടു. അപ്പോൾ ചാനൽ പുതുതായിട്ട് കണ്ടവർക്കും കണ്ട് സപ്പോർട്ട് ചെയ്തവർക്കും താങ്ക്സ്, ഒരുപാട് നന്ദി. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്കപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.